സുധിച്ചേട്ട സാന്നിധ്യം എവിടെയോ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്, അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കത് മണത്താൽ ഇവിടെ നിന്ന് ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. അതായത് സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷട്ടൂരി ഇടത്തില്ലേ, അപ്പം അതിൻ്റെ ആ ഒരു വിയർപ്പും പിന്നെ എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിൻ്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചുകൊണ്ട് നടക്കുന്നത്? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല, അതല്ല. നിങ്ങൾക്കത് മണത്താൽ ഇവിടെ നിന്ന് ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2022 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് അറിയാലോ? രേണുസുതി തന്നെയാണ് കേട്ടോ. രേണുസുതി ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവിലൂടെ എങ്ങനെ റീച്ച് ആകാം എന്നതിൻ്റെ PhD എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും എയറിലായിരിക്കുകയാണ് നമ്മുടെ രേണുസുതി. എന്താണെന്ന് അറിയാമോ? കുറച്ച് നാളൊക്കെ നമുക്ക് പിറകിലോട്ട് പോകണം. അതായത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതായത് നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഷർട്ട് എടുത്ത് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ കയ്യിൽ കൊടുത്തിട്ട്, ഇത് ഞാൻ യൂട്യൂബിലെ കണ്ടു, നമ്മുടെ ഈ ചേട്ടൻ്റെ ഈ മണം, ഈ വിയർപ്പിൻ്റെ ഗന്ധം പെർഫ്യൂം ആക്കി തരും, അപ്പം എപ്പോഴും എൻ്റെ ചേട്ടൻ എന്നോടൊപ്പം കാണും, അതെനിക്ക് എന്നും അടിച്ച് എന്നോടൊപ്പം ചേർക്കണം, എനിക്ക് എന്നും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേണുസുതി ഒരു വീഡിയോ ആ ടൈമിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. എനിക്ക് ആക്ച്വലി ഒന്ന് അവിടെ പോയപ്പം കറക്റ്റ് ആ ഷർട്ടിന്റെ സ്മെൽ തന്നെ കേട്ടോ കിട്ടിയത്. യൂസഫ് ബൈ ടു രേണു എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ആരൊക്കെയോ പ്രൊമോഷനാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ആ കണ്ടന്റ് ഒക്കെ നാട്ടുകാർ പൊങ്കാലിട്ടൊക്കെ വലിച്ചു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. എന്തായാലും കൊള്ളാം. ചിന്നു ആദ്യം ഞാൻ തുറന്നോട്ടെ. എന്തോ യൂസഫ് ഭായ് ഇങ്ങനെ കയ്യിലടിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തരാം. മണക്കട്ടെ. സുധിച്ചേട്ടനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് വരത്തില്ല, വിയർപ്പൊക്കെ ആയിട്ട് അതേ മണം തന്നെ സെയിമാണ്. സുധിച്ചേട്ടൻ ഒത്തിരി ഓവറായിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് വരുമ്പോഴത്തേന് ഷർട്ടിന് വേട്ടിന് വരുമ്പോഴുള്ള ആ സ്മെല്ല് കിച്ചു. തോന്നുന്നുണ്ടോ? എനിക്കെന്താ പറയാനുള്ളേ? അച്ഛൻ്റെ സ്മെല്ലാകെ ഓർമ്മ ലാസ്റ്റ് എടുക്കുമ്പോൾ മരിച്ചതിന് ശേഷം ആ മണ്ണാണോ ഇപ്പൊ കിട്ടിയ? അച്ഛൻ കൂടെ ഉണ്ടല്ലോ. ആ ടൈമിൽ സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം രേണുവിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ഡെയിലി ഇടുമായിരുന്നു. ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാനുണ്ട് അവരോടൊപ്പം, എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുന്നത്, നമുക്ക് ആ ടൈമിലൊക്കെ അത് ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പം ആ ടൈമിൽ എല്ലാവരും പറയായിരുന്നു 1 വർഷം ഒന്ന് കഴിയട്ടെ അപ്പോൾ കാണാം അവളുടെ തനിക്കുണം എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ രേണുസുതി ഇപ്പോൾ കുറച്ച് റീൽസിലൊക്കെ അഭിനയിച്ചു. അപ്പോൾ അവർക്ക് വന്നപ്പോൾ നമ്മളെല്ലാം സപ്പോർട്ടായിരുന്നു. ഞാനൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ ചോദിക്കുന്ന ഈ ഒരൊറ്റ കാര്യമുള്ളൂ, ഭർത്താവ് മരിച്ചതിന് ശേഷം ഭാര്യ ചിതയിൽ ചാടി മരിക്കുന്ന സതി സമ്പ്രദായം നിർത്തലാക്കി ഭാര്യയ്ക്ക് 2 മക്കളുണ്ട്,
കുട്ടികളുണ്ട്. അപ്പോൾ അവൾക്ക് കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം. അപ്പോൾ ആരും കൊണ്ട് കൊടുക്കില്ല. നമ്മുടെ മൂപ്പൻ സ്റ്റാലിലെ ചോദിച്ചതുപോലെ തന്നെ എന്താ രേണുവിന് വേണ്ടിയിട്ട് നമ്മുടെ ഇത്രയും കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഓരോരുത്തർ 1 രൂപ അല്ലെങ്കിൽ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. ആരും അതിനെ സജ്ജരാകുന്നില്ല. അപ്പോൾ അവരുടെ ഫാമിലിയെ നോക്കാനായിട്ട് അവർക്ക് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഫാമിലി നോക്കേണ്ടത് അവരുടെ തന്നെ കടമയാണ്. അപ്പോൾ അതിനായിട്ട് അവർ അതായത് മാന്യമായ എന്ത് തൊഴിൽ ചെയ്താലും അതിന് നമ്മൾ അംഗീകരിക്കേ പറ്റത്തുള്ളൂ. അതിനൊന്നും നമുക്ക് സുധിച്ചേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവർ വെള്ള സാരി കൊടുത്ത് വീട്ടിനകത്ത് ഒതുങ്ങി നിൽക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതൊന്നും അല്ല. ആ ടൈമിൽ അവർ കാണിച്ച ഒരുപാട് അഭിനയങ്ങൾ ഇപ്പോൾ ഓരോ ദിവസവും കഴിയുന്നതോറും നമുക്ക് അവരോടൊരു ദേഷ്യം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ രേണു സുധി എന്നുള്ളതിനകത്ത് സുധിച്ചേട്ടൻ്റെ ആ പേരുള്ളത് കൊണ്ടാണ് ഇവർ ഇത്രയും ആളുകളെ നെഞ്ചേറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്തുനിന്ന് എപ്പോഴാണോ സുധിച്ചേട്ടൻ്റെ പേര് കട്ടായി ഇവർ വേറൊരു വിവാഹം കഴിച്ച് മാറുന്നത്, അപ്പോഴത്തേക്കിന് ഇവരെ പുറകെ ആരും പോയില്ല. കല്യാണം കഴിച്ചു സുധി രേണു വേറെ വിവാഹിതയായി, സുധിച്ചേട്ടൻ കൊല്ലം സുധിയുടെ ഭാര്യ വേറെ വിവാഹിതയായി, സെക്കൻഡ് മാരീഡ് ആയി. ആ ഒരു അവസ്ഥയിൽ അവിടെ അവസാനിക്കും. അല്ലാതെ പിന്നെ അവരെന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു, റീൽ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആരും പോയില്ല. പക്ഷേ സുധിച്ചേട്ടൻ്റെ മരണശേഷം ഇവരുടെ ഓരോ വീഡിയോസും കണ്ട് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവർ പറയുന്ന ഓരോ വേർഡ്സൊക്കെ നമ്മുടെ ഹാർട്ട് ടച്ച് ചെയ്യണം. അത്രമാത്രം നമ്മുടെ ഹൃദയസ്പർശിയായിരുന്നു അത് ഓരോന്നും. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കാണുമ്പോൾ നടു റോഡിലുള്ള റീൽസ് എടുപ്പ്, പിന്നെ ഇപ്പോഴും പുതിയതായിട്ടൊരു ട്രെൻഡിങ് വീഡിയോ വന്നിട്ടുണ്ട്. അവരുടെ രേണു വിവാഹിതയായി എന്ന് പറഞ്ഞിട്ടൊരു വെഡ്ഡിങ് കാർഡൊക്കെ വെച്ചിട്ടൊരു പോസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ വീണ്ടും രേണു 2ാമത് വിവാഹിതയായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകളുടെ അത് വന്നത്. നമുക്ക് അതിനകത്തു നിന്നുള്ള കുറച്ച് ക്ലിപ്പിങ്സ് കണ്ടിട്ട് വരാം. കഥയാണ്. എന്താണ് ഇതിന്റെ കുട്ടൻസ്, രേണു പരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു കുട്ടൻസ് എന്താണെന്ന് നമുക്ക് ഈ മാസം 30-ാം തീയതി യൂട്യൂബ് ചാനൽ കാണാം. ഒരു വെറൈറ്റി കഥയാണ്. ഇവരിങ്ങനെ ആളുകളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ദിവസവും ഞാൻ വിവാഹിതയായി. എനിക്ക് തോന്നുന്നു ആ ഒരു ഇത് വരുമ്പോൾ ആ ക്ലിപ്പിന് ആ ഒരു തമ്പനയിലൊക്കെ വരുമ്പോഴത്തേന് ആളുകൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത്രയും വ്യൂസ് കൂടും. അപ്പോൾ അതിലൂടെ അവർക്ക് ഇൻകം കിട്ടും. അതൊക്കെ ആയിരിക്കണം അവരുടെ ലക്ഷ്യം. പക്ഷേ ഇങ്ങനെ മനുഷ്യരെ പറ്റിച്ച് ഇവരെന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത്? അവർ നെഗറ്റീവ് ഇമേജുകൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ഓരോ ഡേയിലും നമ്മുടെ എത്രമാത്രം ഒരു നെഗറ്റീവ് ഉണ്ടാക്കുക അത്രമാത്രം നെഗറ്റീവ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ രേണു എന്ന് പറയുന്ന വ്യക്തി. പിന്നെ ഇവിടെ പറയുന്നത് ഇപ്പോൾ രേണു അന്ന് സുധിച്ചേട്ടൻ്റെ വിയർപ്പ് ഗന്ധം പെർഫ്യൂമായിട്ട് വേണമെന്ന് പറഞ്ഞ രേണു ഇപ്പോൾ ആ പെർഫ്യൂമിനെ കുറച്ച് ചോദിക്കുമ്പോൾ ആ സ്മെല്ലടിച്ചാൽ നിങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് ഓടും. അതൊരു വൃത്തികെട്ട വാടയാണ്. അത് കുളിക്കാത്ത ആ ഒരു സ്മെല്ലും ബ്ലഡിൻ്റെ സ്മെല്ലും അതൊരു അറപ്പോടുകൂടി ആ വീഡിയോയിൽ പറയുന്ന ആ ഒരു ഭാഗം നല്ലതുപോലെ നമുക്കൊന്ന് കാണാം. അപ്പം അതൊക്കെ ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നി. കാര്യം അത്രയും നാളും എൻ്റെ സുധിച്ചേട്ടൻ ഇപ്പോഴും വീഡിയോസിലൊക്കെ അവർ പറയുന്നുണ്ട് ഞാൻ മാരേജ് ചെയ്തിട്ടില്ല, എൻ്റെ സുധിച്ചേട്ടന് വേണ്ടി ഞാൻ ജീവിതം അർപ്പിക്കുകയാണ്. പക്ഷേ അവർക്ക് എനിക്കൊന്ന് റീച്ചായി വരുമ്പോൾ, അതായത് ഇവർക്ക് പബ്ലിസിറ്റി കൂടിക്കൊണ്ട് വരുമ്പോഴത്തേനും അവസരങ്ങൾ വരുമ്പോഴത്തേക്കും സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്നുള്ള പേരിലാണ് ഇവർക്ക് ഈ അവസരങ്ങളെല്ലാം ലഭിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ അവസരങ്ങളൊക്കെ ലഭിച്ച് വരുമ്പോഴത്തേക്കിന് ഇവർ കുറച്ച് അഹങ്കാരിയായി മാറുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാര്യം നമ്മൾ ആ കണ്ടുകൊണ്ടിരുന്ന വാവ എന്ന് പറഞ്ഞ് കുഞ്ഞാവ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്ന സുധിച്ചേട്ടൻ്റെ ആ വിളി ഞാൻ ആ ഒരു ടൈമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നമ്മുടെ സ്റ്റാർ മാജിക്കിൽ കൊണ്ടുവന്ന് ഇതാണ് എൻ്റെ വൈഫ്, ഇതാണ് എൻ്റെ മോൻ, ഇതാണ് എൻ്റെ പൊടിക്കുഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് ഈ രേണുവിലേക്കുള്ള മാറ്റം വളരെ ഇതാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നെഗറ്റീവ് കമൻസ് ഒക്കെ വരുമ്പോണ്ടല്ലോ എനിക്ക് സൈക്കോ ആണെങ്കിൽ നെഗറ്റീവ് കമൻസ് വരട്ടെ ഇടൂ എന്ന് പറയുകയാണ്. അപ്പം ഇവർ ഈ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇവർക്ക് നെഗറ്റീവ് കമൻസിലൂടെ എങ്ങനെയെങ്കിലും റീച്ച് ആവണം. അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും എനിക്കും പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ 2-3 റിയാക്ഷൻ ചാനൽ നമ്മൾ കണ്ടത് വെച്ച് മനസ്സിലാക്കിയത്, എനിക്കും പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. രേണു സെക്കൻഡ് മാരേജ് ചെയ്ത് സുധിച്ചേട്ടൻ്റെ പേരിൽ നിന്ന് ആ ഒരു ഇതങ്ങ് ഒഴിവാക്കി കൊടുക്കുക. രേണു വിവാഹിതയായി, പിന്നെ രേണു എന്താണോ ചെയ്യുന്നതെന്നും ആരെയും ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ സുധിച്ചേട്ടൻ്റെ വൈഫ് എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രേണു അത് ചെയ്താൽ കുറ്റം, ഇത് ചെയ്താൽ കുറ്റം. അപ്പോൾ രേണു എന്ത് ചെയ്താലും കുറ്റം വരത്തില്ല. രേണു സെക്കൻഡ് മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനിയെങ്കിലും സുധിച്ചേട്ടൻ്റെ പേരിലുള്ള അഭിനയങ്ങൾ നിർത്തണം കേട്ടോ. കാര്യം പാവം ആ മനുഷ്യനെ ഒരുപാട് നെഞ്ചേറ്റി സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പം അവരുടെ മുന്നിൽ അന്ന് അത്രയും ഞാൻ എൻ്റെ സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇന്ന് സുധിച്ചേട്ടൻ്റെ ഗന്ധം നാറ്റമാണ്, നിങ്ങളെല്ലാവരും ഇവിടുന്ന് ഓടുമെന്ന് പറഞ്ഞപ്പോൾ
എന്താ നമ്മൾ ആത്മാവെന്നൊന്നും ഇല്ലെങ്കിലും അതൊന്നും വിശ്വസനീയമല്ല. അത് ദൈവമുണ്ടെങ്കിൽ പിശാചുണ്ടെന്ന് ആത്മാവൊക്കെ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ എന്തായാലും ആ ഒരു ഇതുണ്ടെങ്കിൽ ആ ഹൃദയം ഒരുപാട് വേദനിക്കും. ഞാൻ ഇത്രയും സ്നേഹിച്ച എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി അന്ന് കരഞ്ഞതെല്ലാം പൊയ്മുഖമാണല്ലോ എന്നോർത്ത് ഒരുപാട് വേദനിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ആ ഒരു നാടകം അവസാനിപ്പിക്കുക. എങ്ങനെയാണോ രേണു അതുപോലെ മുന്നോട്ട് പോവുക. രേണുവിൻ്റെ ഇപ്പോഴത്തെ റീൽസുകൾ ചെയ്യുന്നതിനോ അഭിനയിക്കുന്നതിലോ ആൽബത്തിൽ അഭിനയിക്കുന്നതിലോ ഓടിങ്ങി നടക്കുന്നതിലോ മോസ്റ്റ് മോഡേൺ ആവുന്നതിലോ ഒന്നുമല്ല നമ്മളീ പറയുന്നത്. സുധിച്ചേട്ടൻ എന്ന പേരിൽ ഉള്ള ഒരു സിമ്പതി എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കുക. കാര്യം അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. കാര്യം സുധിച്ചേട്ടൻ്റെ ഗന്ധം നിങ്ങൾക്ക് നാറ്റമായി തുടങ്ങിയപ്പോൾ ഇനി ആ പേരെടുത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ മോശമായിരിക്കും. ആ ഒരു ആത്മാവിന് പോലും അത് താങ്ങാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എത്ര പെട്ടെന്നാണല്ലേ ആളുകൾ മാറുന്നത്. എൻ്റെ സുധിച്ചേട്ടൻ്റെ ഗന്ധം എനിക്ക് വേണം, എന്നും എന്നോടൊപ്പം വേണം, എനിക്കത് വേണമെന്ന് പറഞ്ഞ് ലക്ഷ്മി നക്ഷത്രയോട് പറഞ്ഞ് ലക്ഷ്മി നക്ഷത്രം അതിൽ പെർഫ്യൂമാക്കി കൊണ്ടുവന്നപ്പോൾ ഇതെൻ്റെ ജീവൻ്റെ ഭാഗമായി എന്നും മാറും എന്നൊക്കെ പറഞ്ഞിരുന്ന രേണു ഇന്ന് അതിനെക്കുറിച്ച് ചോദിക്കുമ്പം ഒരറപ്പും പുച്ഛത്തോടു കൂടിയാ അതെന്ന് വെച്ചാൽ നിങ്ങളിവിടെ നിൽക്കില്ല. അത് ഓർക്കുമ്പോൾ തന്നെ വീണ്ടും ഒരു വിഷമം പോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. എത്രയായാലും പണ്ടുള്ളവർ പറയും കേട്ടോ, ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആളായാലും ഒരു കൊല്ലം അത് കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു വേദന അവിടെ അവസാനിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ മരിച്ചവർക്ക് മാത്രം നഷ്ടം, വേറെ ആർക്കും അത് നഷ്ടമായിട്ട് ഫീൽ ചെയ്യില്ല. എല്ലാവരുടെയും കാര്യമല്ല, ഒരു 90% പേർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ രേണുവിൻ്റെ സംഭവം നടന്നപ്പോൾ നമ്മൾ ആലോചിച്ചു രേണു ഇതെങ്ങനെ റിക്കവർ ചെയ്യും, എങ്ങനെ മുന്നേറും എന്നൊക്കെ. പക്ഷേ രേണു അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മോചനം നേടി. ആ ടൈമിൽ തന്നെ ഒരുപാട് റീൽസൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊന്നും തെറ്റൊന്നും പറഞ്ഞില്ല. ഈ ഒരു സംഭവം ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച് ഈ സംഭവത്തിനെ അറപ്പോടും വെറുപ്പോടും കൂടി ഇപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ ഒരു ദേഷ്യം രേണുവിനോട് അത്ര മാത്രമേ ഉള്ളൂ. അത് എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ രേണു ഈ അറപ്പോടും വെറുപ്പോടും കാട്ടിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് ഭാഗങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും. അത് എത്രമാത്രം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു നിലപാടിനോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന് നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.